ഇനി നമുക്ക് ഒരു പഴയ തനി നാടൻ ചേന മുളകുശ്യം കണ്ടാലോ. പെട്ടെന്നും അതുപോലെ തന്നെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്നതാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടും. അത്രയ്ക്ക് സിമ്പിളാണ്. അതിന് വേണ്ടി നമ്മൾ ആദ്യം കുറച്ച് വറ്റൽമുളക്, എരിയില്ലാത്ത വറ്റൽമുളകാണ് എടുക്കുന്നത്. നിങ്ങൾ എരിയില്ലാത്ത നല്ല കളറൊക്കെ ഉള്ള വറ്റൽമുളക് തന്നെ നോക്കിയെടുക്കുക. അത് നമ്മളൊരു 2-3 മിനിറ്റ് മതിയാകും ഒന്ന് സോക്ക് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ ആ ഒരു ടൈമിലേക്ക് ചേന ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തിട്ട് നമ്മളൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ആദ്യം നമ്മളിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കുക, അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കുക. ഇതുപോലെ തന്നെ ഇത് ചേന കൂടുതലാക്കി വേണമെങ്കിൽ എടുക്കാം. ചേന നിങ്ങളുടെ കയ്യിൽ എത്രയുണ്ടോ അതനുസരിച്ചിട്ട് ചേന ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ വാഴയ്ക്ക ഉണ്ടെങ്കിൽ ഇതിലൂടെ വാഴയ്ക്കയും കൂടി ചേർക്കും. പക്ഷേ ചേന മാത്രം ചേർക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ടേസ്റ്റ്. അധികം ഉടച്ച് എടുക്കുന്ന അല്ല ഇത്. പിന്നെ നമ്മളൊരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ നിങ്ങൾ വെളിച്ചെണ്ണ തന്നെ ഒഴിക്കുക. വെളിച്ചെണ്ണയാണ് ഇതിൻ്റെ ടേസ്റ്റ് കൂടുതൽ തരുന്നത്. അതിലേക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഉലുവ ചേർത്ത് കൊടുക്കുക. ഉലുവ ചേർത്തതിന് ശേഷം നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് വെച്ചിരുന്ന ആ ഒരു വറ്റൽമുളക് കൂടെ ചേർത്ത് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഓവറായിട്ട് റോസ്റ്റൊന്നും വേണ്ട, ജസ്റ്റ് അതിൻ്റെ ഒന്ന് വാടി ആ കളർ ഒന്ന് ചേഞ്ച് ആയി കിട്ടുന്ന അത്രയും മതിയാകും. അതൊന്ന് ചെയ്തെടുക്കുക. ആ സമയത്തേക്ക് നമ്മൾ ചേനയിലേക്ക് നമ്മൾ പുളി ഇത് മീൻ പുളിയാണ് നമ്മൾ ചേർക്കുന്നത്. ഈ പുളി തന്നെ ചേർക്കണം. ഇതാണ് ഇതിന് ടേസ്റ്റ് ഹൈലൈറ്റ് ചെയ്ത് തരുന്നത്. അപ്പോൾ ഈ പുളി നിങ്ങൾ എന്തായാലും ചേർത്ത് കൊടുത്തിരിക്കണം. അതിനുശേഷം നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരുന്ന ആ ഒരു മുളകൊക്കെ ഉണ്ട്, അതൊന്ന് നന്നായിട്ട് പേസ്റ്റാക്കി എടുക്കുക. അതും കൂടി ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മുളക് ചേർത്ത് കൊടുക്കുക. കളർ ഇതിന് കുറച്ച് ഹൈലൈറ്റായിട്ട് തന്നെ നിൽക്കുന്നതാണ്. അപ്പോൾ എരിയില്ലാത്ത നല്ല കളറുള്ള മുളക് ചേർക്കുക. മുളക് പൊടി ചേർക്കാവും ചോദിച്ചാൽ അതെനിക്കറിയില്ല, ഞാൻ ഇത് വെച്ചിട്ടാണ് ട്രൈ ചെയ്തത്. അതിനുശേഷം നമ്മൾ ആവശ്യത്തിന് ഫ്രഷ് കറിവേപ്പില ഒഴിക്കുക. അതുപോലെ തന്നെ കുറച്ച് പച്ച വെളിച്ചെണ്ണ, ഞാൻ പറഞ്ഞല്ലോ വെളിച്ചെണ്ണ തന്നെ ചേർത്ത് കൊടുക്കുക. നല്ല ടേസ്റ്റായിരിക്കും. അപ്പോൾ നമ്മളുടെ സിമ്പിളായിട്ടുള്ള ചേന മുളകുശ്യം തയ്യാറായിട്ടുണ്ട്. ഇതിൽ നമുക്ക് അധികം കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട. വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നൊരു ഐറ്റമാണ്. ആ ചേന ഒന്ന് കുക്കാവുന്ന അത്രയും ടൈം മതിയായിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ഒരു വട്ടമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻ്റായിട്ട് എനിക്ക് ഒന്ന് അറിയിക്കുക. അതുപോലെ തന്നെ ഇതിന് നമ്മൾ സെർവ് ചെയ്യുന്നതിൻ്റെ തൊട്ട് മുൻപായിട്ട് നമ്മൾ അതിലേക്ക് കുറച്ചൊരു പച്ച വെളിച്ചെണ്ണയും കൂടി ഇതുപോലൊന്ന് തൂക്കി കൊടുക്കുകയാണെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ആകും. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഞാൻ പറഞ്ഞല്ലോ ഫീഡ്ബാക്ക് എല്ലാം അറിയിക്കണം. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഓക്കെ, താങ്ക് യു.